ഇന്ന് കിട്ടി, ഇന്ന് ജീവിച്ചു പോവാ. ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കൊണ്ടുതരുന്നത്. ഏതായാലും കുടുംബശ്രീക്കും റെസിഡൻസിന്റെ ഒക്കെ പിന്നാലെ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുണ്ട്. അതിന് പിന്നാലെ പോണ സമയത്ത് ഈ പ്രൊഡക്റ്റും കൂടി കൊടുത്താല് നല്ല ലാഭം കിട്ടും, നിനക്ക് ചുറ്റി തിരിയാനുള്ള പൈസ കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് വീട്ടിൽ കൊണ്ടുവച്ചത്. ഞാൻ തീർത്തും അവഗണിച്ചു. കാരണം നമുക്കറിയാം മരുന്ന് വിൽക്കാൻ നമ്മളാരും ഡോക്ടർമാരല്ല. ഈ മരുന്നിന്റെ മേഖലയെ കുറിച്ച് കുറച്ച് അറിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് തീർത്തു പറഞ്ഞു, നമ്മൾക്ക് മരുന്നൊന്നും വിൽക്കാൻ പറ്റില്ല. മരുന്ന് കൊടുത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഈ മരുന്ന് കച്ചവടത്തിനൊന്നുമില്ല തീർത്ത് പറഞ്ഞതാണ്. പക്ഷെ ആ വ്യക്തിനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് അവിടെ വാങ്ങി വെച്ചു. സത്യം പറയണ ഒരു പൊട്ടത്തരാണ് ചെയ്തത്. ഒരു 3-4 മാസം കട്ടിലിന്റെ അടിയിൽ നല്ല ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചു. ഒന്നും നോക്കിയില്ല. ശരിക്ക് അതിൽ പേസ്റ്റോ സോപ്പോ ഉപയോഗിക്കാമായിരുന്നു. അത്രയും വിലയുള്ള ഉൽപ്പന്നം ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്തത് കൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ മാറ്റി വെച്ചു. അങ്ങനെ പുകയാണ് ഒരു ദിവസം യാദൃശികമായിട്ട് ഇതേപോലെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരും. ഇന്നിപ്പോ ഈ ഒച്ച അടയുന്ന ഒരിക്കലും നമ്മൾ വിചാരിച്ചതല്ല. അതിന് ഞാൻ കമ്പനിയിൽ നല്ലൊരു നന്ദി പറയാണ്. കാരണം ആ ഒരു ഒച്ചയടപ്പ് മാറ്റി കുറച്ചെങ്കിലും സംസാരിക്കണം എന്ന് തോന്നിയോണ്ടാണ്. റുക്കിയ മാഡത്തിന് അറിയാം, രാവിലെ ഞാൻ വോയിസ് ഇട്ട സമയത്ത് ഇത്രയൊന്നും വോയിസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 5 പ്രാവശ്യം ഞാൻ കഫ്നിയിൽ കഴിച്ചു. അതുകൊണ്ട് കുറച്ച് സൗണ്ട് നന്നായി തുറന്നു കിട്ടി. അത്രയും മഹത്തായ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് അപ്പടി മാറ്റി വെച്ച സമയത്ത് ഈ ഒരു ഇതേപോലെ ഒരു പ്രശ്നം വന്നു. ഒരു വയറുവേദന വന്നതാണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം. ദൈവത്തിന്റെ രീതിയിൽ വയറുവേദനയായിരിക്കാം എന്റെ കൂടെ വന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ, എന്റെ ഹസ്ബൻഡിന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എവിടെയോ കേട്ടിട്ടുണ്ട്. ആളെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുമ്പോൾ ഒരേട്ടൻ ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ. അവർ പറയും ഈ വയറുവേദനയ്ക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറെ ഉൽപ്പന്നങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആൾക്ക് ഓർമ്മ വന്നത്, നമ്മളെ കട്ടിലിന്റെ ചോട്ടിൽ 3 മാസമായിട്ട് വെറുതെ കിടക്കുന്ന കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, ആയുർവേദമല്ലേ, വയറുവേദനയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞു എടുത്തു തന്നത് ബ്ലഡ് പ്യൂരിഫർ ആണ്. ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ മരുന്ന് ഐറ്റംസിൽ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെ പേഴ്സണൽ കെയറിൽ വരുന്ന ഐറ്റംസ് ആയിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ആ വയറുവേദന റെഡിയായി. ആ ഒരു റെഡിയായ കാരണം കൊണ്ട് തന്നെ എന്തോ വെറുതെ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്റെ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ഈ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. അവരുപയോഗിച്ചു, അവർക്കും നല്ല അഭിപ്രായം. അങ്ങനെ ഇനിയിപ്പോ ഈ പകുതി പ്രൊഡക്റ്റും പകുതി പൈസയായി. 5000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. ഇനി വരും ക്യാഷ് തിരിച്ചു തരുമോ, അല്ലെങ്കിൽ ഇനി ബാക്കി നമ്മളെ തലയിലാവോ പേടിച്ചുകൊണ്ട് ഞാൻ ആ ചേച്ചീനെ വിളിച്ചു. അപ്പൊ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അതൊക്കെ എന്നോ വിട്ടു. ആ ഒരു 3 മാസം മുന്നേ തന്നെ ഞാൻ ആ സംഭവം ഒഴിവാക്കി. ഞാനിപ്പോ ഒരു ബാങ്കിങ്ങിന്റെ കളക്ഷന് പോവാണ്. ഞാൻ അതിന്റെ ഒരു സാറിന്റെ നമ്പർ തരാം, അവരോട് പറഞ്ഞാൽ അവരത് ക്ലിയർ ആക്കി തരും. അങ്ങനെ ഞാൻ അതിന്റെ ഒരു ലീഡറെ വിളിച്ചു. സാർ ഇവിടെ വരികയും ആ ഉൽപ്പന്നങ്ങൾ കുറിച്ച് വീണ്ടും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, താല്പര്യമില്ല, വിട്ടു പറഞ്ഞു. എനിക്ക് പറ്റില്ല, അതൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്കേ പറ്റുള്ളൂ. സാധാരണ വീട്ടമ്മമാർക്ക് പറ്റിയ ബിസിനസ് ഒന്നല്ല ഇത്. പിന്നെ വീടാത്തരം കയറി വിൽക്കാനൊന്നും എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. അതുകൊണ്ട് സാറേ, ഞാൻ ഈ ഒരു കാര്യത്തിന് സാറിനോട് പറയണ്ട, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നപ്പോൾ ആ സാറിന് ചെറുതായിട്ട് ഒരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കണക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. സാറ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. തിരിച്ചെടുത്തെല്ലാം ക്ലിയർ ചെയ്ത സമയത്ത് ഞാൻ എടുത്തത് വിറ്റത് ഒരു 5 ബ്ലഡ് പ്യൂരിഫറും ഉപയോഗിച്ചത് ഒരു ബ്ലഡ് പ്യൂരിഫറും, അങ്ങനെ 6 ബ്ലഡ് പ്യൂരിഫർ ആണ്. അന്ന് ഒരു ബ്ലഡ് പ്യൂരിഫറിന് 100 രൂപയാണ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ സമയത്ത് സാർ എനിക്ക് ഒരു 600 രൂപ തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് സാറേ? അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് സെയിൽ ആയിക്കാണെങ്കിൽ 100 രൂപ ഉണ്ട്. അപ്പം നിങ്ങൾ 6 സെയിൽ ആക്കിയത്, 600 രൂപ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമ്മളെ ബൾബ് കത്താന്നൊക്കെ പറയില്ലേ, ബൾബ് കത്തിയത്. അപ്പൊ സാറ് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ ഈ 5000 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കണ്ട. എനിക്ക് സോപ്പും പേസ്റ്റും ഒന്നും വേണ്ട. സോപ്പും പേസ്റ്റും ഒക്കെ നമ്മളെ കുന്നുമ്മലുള്ള കടയിൽ കിട്ടും. 10 രൂപേന്റെ 20 രൂപ 50 രൂപേന്റെ ഒക്കെ സാധനങ്ങൾ കിട്ടും. ഇത്ര വിലേന്റെ ഒന്നും ഇവിടെ, സാധാ ഒരു ഏരിയ ആണ് ഞാൻ താമസിക്കുന്ന ഏരിയ, ഇവിടെ ആരും വാങ്ങിക്കില്ല. സാർ അതെല്ലാം തിരിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു കാര്യം ചെയ്യും, ബ്ലഡ് പ്യൂരിഫർ തന്നോളൂ. കാരണം ഇത് വേറെ എവിടെയും കിട്ടില്ലല്ലോ.
ബ്ലഡ് ശുദ്ധിയാക്കുക എല്ലാവർക്കും പറ്റും. ബ്ലഡ് എല്ലാവർക്കും ശുദ്ധിയാക്കിയാൽ പല അസുഖങ്ങളും മാറും. ഞാനൊക്കെ ഫസ്റ്റ് കാലത്ത് ക്ഷീണം മാറും എന്ന് പറഞ്ഞിട്ടാണ് ഈ ബ്ലഡ് പ്യൂരിഫർ കൊടുത്തിരുന്നത്. അങ്ങനെ സാറ് പിറ്റേന്ന് ഒരു 15 കൊണ്ട് തന്നു. ദൈവഭാഗ്യം കൊണ്ട് ഒരു 2-3 ദിവസം കൊണ്ട് അത് കഴിഞ്ഞു. പിന്നെയും കൊണ്ട് തന്നു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരു 30-35 ബ്ലഡ് പ്യൂരിഫർ സെയിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു കുടുംബശ്രീക്ക് വെക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ സുനാനോട് നമ്മൾ പറയില്ല ഇറക്കേണ്ട അവസ്ഥയാണ്. ചിലപ്പോ തരൂ, ചില സമയത്ത് ഇപ്പൊ ഇല്ല തരൂല, കുറെയൊക്കെ ചീത്തയൊക്കെ പറയും. ലേഡീസിനൊക്കെ പൊതുവെ അറിയാം പെട്ടെന്നൊന്നും ആളുകളെ കയ്യിൽ നിന്ന് ചില ആളുകൾക്ക് കിട്ടും, ചിലര് പെട്ടെന്ന് തരും. എനിക്കൊന്നും പെട്ടെന്ന് ആരും അങ്ങനെ ക്യാഷ് തരില്ല. 100 കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്തിനാണ്, എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആള് ക്യാഷ് തരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും കാലം ജീവിതത്തിൽ കിട്ടാത്ത, കാരണം ഇതുവരെ ജോലിക്ക് പോയ ആളുകൾക്ക് അതൊരു വലിയ എമൗണ്ട് ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ഒരു 3000 രൂപയാണ് ഇന്ന് ആഴ്ചയിൽ കിട്ടിയ ലക്ഷങ്ങളെക്കാളും വലിയൊരു എമൗണ്ട്. ആ ഒരു 3000 റിട്ടേൺ പ്രോഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു. വീണ്ടും ബിസിനസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടീമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മീറ്റിങ്ങിനെ പ്രോഗ്രാമിനെ ഒന്നും കുറിച്ചിട്ടോ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഇന്നിപ്പോ നമുക്ക് നാളെ പോയി പങ്കെടുക്കാം. പക്ഷെ അന്നൊക്കെ പേടിയായിരുന്നു. കാരണം ഈ ഒളവണ്ണ വിട്ട് ദൂരെ പോവാത്ത എനിക്ക് നാളന്തയിലേക്ക് ഒന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പോവണമെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ കൂടെ വേറെ ആരെങ്കിലോ വരണോ. ഈ ബിസിനസ്സിന് പറഞ്ഞ് വേറെ ആരും വിളിക്കാൻ നിവർത്തിയില്ല. ഹസ്ബൻഡിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഈ ഒരു കാരണവശാലും ഇതേപോലെയുള്ള പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പറ്റൂല എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് എഴുതിയതാണ്. വീണ്ടും ഒരു 3 മാസം നന്നായിട്ട് ഈ ബ്ലഡ് പ്യൂരിഫർ മാത്രമാണ് ഞാൻ സെയിൽ ചെയ്തിട്ട് തുടക്ക സമയത്ത്. കമ്പനി ഏകദേശം നമുക്കറിയാം 200ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയോ പഠിക്കാനോ ഒന്നും നിന്നില്ല. വെറുതെ കിട്ടിയ സാധനം സെയിലാക്കുക എന്ന് പറയില്ലേ, പിന്നെ കിട്ടാനുള്ളതിനെ കുറിച്ച് ചിന്തിച്ചത് പോലും ഇല്ല. അങ്ങനെ സെയിലാക്കിയപ്പോഴും ഒട്ടും നഷ്ടം ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു കുറച്ചും കൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അത് ചെയ്യാതെ വിറ്റ് തന്ന സമയത്താണ് ഇതേപോലെ തൃശ്ശൂരുള്ള ഒരു ജോയ് സാർ ഉണ്ട്, ആള് യാദൃശ്ചികം വീട്ടിൽ വന്നത്. ആള് വന്ന സമയത്ത് കുറെ ബിസിനസിനൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായി ഇവരുടെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഇവർക്ക് മനസ്സിലാവില്ലെന്ന്. ആള് വളരെ സിമ്പിൾ ആയിട്ട് എന്നോട് പറഞ്ഞു, മാഡം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒളവണ്ണയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകള്, ഇത്രയും വീട്ടുകാർക്ക് പേസ്റ്റ് മാത്രം ഒന്ന് ശീലിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. നിങ്ങൾ പിന്നെ മരുന്നിനെ കുറിച്ച് വിട്ടേക്ക്, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പേസ്റ്റ്, സോപ്പ്, ഇങ്ങനെയുള്ള ഹെയർ ഓയിൽ, ഷാമ്പു തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. കാരണം ഇന്ന് ആളുകള് അസുഖത്തെക്കാളും കൂടുതൽ ബ്യൂട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. സൗന്ദര്യം വർദ്ധിക്കാൻ ആളുകൾ എത്ര വേണേലും പൈസ ചെലവാക്കും. അത് മാഡത്തിന് തോന്നുകയാണ് ആരും വാങ്ങിക്കില്ല എന്ന്. മാഡം ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കൂ, അപ്പം ഓർഡർ വന്നോളും. കുറെ കാര്യങ്ങൾ ആള് സെയിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു. കാരണം ഞാൻ ബ്ലഡ് പ്യൂരിഫർ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞുതരാൻ കാരണം. അതുകൂടാതെ സാറ് പറഞ്ഞു, മാഡത്തിന് ഈ ഇൻഡസ്ട്രിയിൽ വിശ്വാസം ഉണ്ടോ? ഈ ബിസിനസ്സിൽ ചെയ്താൽ ലാഭം കിട്ടുമെന്ന് മനസ്സിലായില്ലേ? മാഡത്തിന് ലാഭം കിട്ടിയെങ്കിൽ മാഡത്തിനെ പോലെ ഒരു ദിവസം ഒരു 100 രൂപ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ ഉണ്ട്. മാഡത്തിന് കുറച്ച് പേരെ അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെത്ര കാലം വാങ്ങി ഉപയോഗിക്കുകയോ വാങ്ങി വിൽക്കുകയോ ചെയ്താലും അതിന്റെ 12% മാഡത്തിന്റെ അക്കൗണ്ടിൽ ഞങ്ങൾ മേടിച്ചു തരും. ഈ 12% എന്നാ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം കുടുംബശ്രീ റെസിഡൻസിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശതമാന കണക്ക് നല്ലോണം അറിയാം. കാരണം നമുക്ക് ലോണിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശതമാനത്തിൽ എടുക്കുന്നുണ്ട്. ഞാനതാ വിചാരിച്ചത്, ഒരു ബാങ്കിൽ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ വീട് വീടാന്തരം കളക്ഷൻ എടുക്കുകയാണെങ്കിൽ 2.5% 3% കിട്ടുന്നതെങ്കിൽ ഇവിടെ ആരോ വാങ്ങി ഉപയോഗിച്ച് വിൽക്കുമ്പോൾ നമുക്ക് 12% തരാന്നാണ് പറയുന്നത്. അപ്പൊ അതുമല്ല നമ്മളെ പോലെ ഒരുപാട് ഫ്രണ്ട്സ് പൈസ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, ആളൊക്കെ പറഞ്ഞു. വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു. അങ്ങനെ ഒരു 10-20 ആളുകളോട് പറഞ്ഞതില് ഒരു 5 ആള് ഈ ബിസിനസ് ഏറ്റെടുത്തു. ആ 5 ആളും ഇന്ന് എന്റെ കൂടെ ഇപ്പോഴും കട്ടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നു. ഒരാളെ സോണലാണ്, STC ആണ്, DTC കളുണ്ട്. അങ്ങനെ ഒരുപാട്
ലീഡേഴ്സിനെ ഈ ഒരു 5.5 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 1.5 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തത്. നിങ്ങൾക്കറിയാം, റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ 75 ലക്ഷം BV മാച്ചിങ് ആണെങ്കിൽ ഞാൻ ഡബിൾ ആണ്. കാരണം എൻ്റെത് 1.5 കോടി BV മാച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിവിടെ വലിയ ലീഡേഴ്സിനെ സംബന്ധിച്ച് RTC ഒന്നും വലിയ സംഭവമായിരിക്കില്ല. പക്ഷെ എന്നെ പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ വരുമാനമാണ്. മാത്രമല്ല, ഒരുപാട് എനിക്ക് ലാഭത്തിനേക്കാളോ പണത്തിനേക്കാളോ ഉപരി ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ, ഏത് ജില്ലയിൽ പോയാലും എന്നെ അറിയപ്പെടുന്ന, ഞാനായിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകളെ എനിക്കൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഈ ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും നമുക്ക് മാത്രം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടൈലറിങ് ഞാൻ ചെയ്താൽ ചുരിദാർ അടിക്കുന്ന ആളാണ്, അത്യാവശ്യം ടൈലറിങ് ഉണ്ട്. ഞാനൊരു ചുരിദാർ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ അതിൽ വരുമാനം കിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു റീറ്റെയിലിങ്ങിൽ തന്നെ മാക്സിയോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഞാൻ സെല് ചെയ്യുകയാണെങ്കിൽ അതിലും ലാഭം എനിക്ക് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെ നമ്മളെ ഒരു സംസാരം കൊണ്ട് ഒരുപാട് വ്യക്തികളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് എനിക്ക് പറ്റുന്നുണ്ട്. അവിടെ എനിക്ക് വേറെ പണം മുടക്കേ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങളെ പോലെ ഇതിൽ പുതിയ ആളുകളൊക്കെ ഉണ്ടാവും. പുതിയ ആളുകൾക്കൊക്കെ ചിലപ്പോ എൻ്റെ ഒരു സംസാരം കൊണ്ട് എന്തെങ്കിലും ഞാൻ ലക്ഷങ്ങളെയും കോടികളെയും ഒന്നും പിന്നാലെ പോകുന്ന ആളല്ല. ഒരു ദിവസം ഒരു 500 രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം നമ്മൾ ഒരു വാക്കിലൂടെ ഈ ഒരു സമൂഹത്തിലേക്ക് സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റുകളുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും. ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് രാജേഷ് കുളങ്ങാടൻ സാർ, എൻ്റെ ITC ആളെപ്പോഴും പറയും, ദൈവനിയോഗം ഉള്ളവർക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ എത്തിപ്പെടാൻ പറ്റുക. അങ്ങനെ ദൈവനിയോഗം ലഭിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളാണ് ഇന്ന് ഈ ബിസിനസ്സിൽ ഇരിക്കുന്നത്. പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, 1 രൂപ നമ്മൾക്ക് നഷ്ടസാധ്യതയില്ല. ഈ ബിസിനസ്സിൽ നമുക്ക് നഷ്ടസാധ്യതയില്ല. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ആർക്കും പരാജയമില്ല. ഈ ബിസിനസ്സിൽ ആരും പരാജയപ്പെടുന്നില്ല. എല്ലാവരും നിർത്തിപ്പോവുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. പക്ഷെ ആ നിർത്തിപ്പോവലൊന്ന് നിർത്തിയിട്ട് ഒന്നും കൂടെ ഇതിനൊന്ന് കൂട്ടിപ്പിടിച്ച് നോക്കുക. നമ്മൾ അധികം നിർത്തി പോവാൻ കാരണം ഈ ബിസിനസിനെ കുറിച്ച് അവർക്ക് ഈ പ്ലാന്, നമ്മളെ രജിത് സാറ് പറയുന്ന പോലെ ഈ ബിസിനസിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഈ ബിസിനസ് നിർത്തി പോകുന്നത്. അതുകൊണ്ട് ഇതെന്താണെന്നൊന്ന് പഠിക്കുക. ഇതിൽ വിജയിച്ച ലീഡേഴ്സ് എന്താണോ ചെയ്തത്, കാരണം എല്ലാ ലീഡേഴ്സും ചെയ്യുന്നത് നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയിച്ച ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അവരുടെ പാത പിന്തുടരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വിജയിച്ച വ്യക്തികളെയും നമ്മൾ കൂടുതൽ പഠിക്കുക. ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിച്ചാൽ ഓരോ വ്യക്തിയിൽ നിന്ന് ഓരോ കാര്യം കിട്ടിയാൽ 10 വ്യക്തിയിൽ നിന്ന് 10 കാര്യം കിട്ടും. അങ്ങനെ നമ്മൾ ഈ ബിസിനസിനെ നെഞ്ചോട് ചേർത്ത്, ഞങ്ങളൊക്കെ പറയാം ഇറുക്കി പിടിക്കണോ, പിടിവിടരുത്, മുറുക്കി പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള നമ്മളെ നാടൻ ഭാഷയെ പറയാം. അതേപോലെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ച് നിന്നാൽ ഇടിച്ചിടിച്ച് കയറാന്ന് പറയും. പിടിച്ച് നിൽക്കണം, ഇടിച്ചിടിച്ച് കയറണം എന്ന് പറയും. അങ്ങനെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് നമ്മളെ സമൂഹത്തില് ഒരുപാട് ബെൽനിസാറും ഒരുപാട് പ്രസാദ് സാറും ഒക്കെ നമ്മളെ സമൂഹത്തിലുണ്ട്. അതേപോലെയുള്ള ബെൽനിസാറേയും പ്രസാദ് സാറെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ മതി. ഒരുപാട് ആളുകളെ കണ്ടെത്തിയാൽ നമുക്ക് നഷ്ടമില്ല. നമ്മള് ഒരാൾക്ക് കൊണ്ടുപോയി കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവര് പിന്നെ അത് ചെയ്തു പോയിക്കോളും. നമ്മൾ അവരെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും നമ്മളെ വരുമാനത്തിന് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് 2,10,000 കിട്ടണം, അല്ലെ എനിക്ക് 5,000 കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഈ ആഴ്ച പെർഫോമൻസ് കിട്ടണം എന്നാണ് പല ലീഡേഴ്സും ചിന്തിക്കുക. പക്ഷെ നിങ്ങള് ITC പോലെ ഒരു NTC പോലെ ലീഡേഴ്സിനെ ശ്രദ്ധിച്ചു നോക്കുക. അവരൊരിക്കലും അവരുടെ ഇംഗത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കാറില്ല. കൂടെ വന്നവർക്ക് എന്ത് അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് നോക്കിയിട്ടാണ് എല്ലാ ലീഡേഴ്സും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പോലും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ NTC ആവാന്നല്ല,
എന്റെ കൂടെ വന്നിട്ടുള്ള ആളെ ഞാൻ എങ്ങനെ RTC ആക്കുന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത്. അധികയാളും കൂടെ വന്നവർക്ക് ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടെ വന്ന ആളുകൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർക്കും ഇൻകം കിട്ടും, നമുക്കും ഇൻകം കിട്ടും. ചില ആളുകൾ പറയാം അവർക്ക് ഇൻകം കിട്ടണമെങ്കിൽ അവർ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാ അവിടെ ചെയ്യണേ, അതിന്റെ ആവശ്യമില്ല, കാരണം ഈ പ്ലാൻ അങ്ങനെയാണ്. പക്ഷെ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ഇൻകം കിട്ടുമ്പം അവർക്ക് ഇൻകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ് ആയിട്ട് മാറുന്നത്, നമ്മളെ കൂടെ നിൽക്കാൻ ആളുണ്ടാവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒരു ATC ലീഡേഴ്സിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അയൂബ് സാറൊക്കെ ഇതിൽ ഇരിക്കേണ്ട NTC ലീഡേഴ്സിനെ അല്ല. ഒരു ലീഡേഴ്സ് ചെയ്യേണ്ട കാര്യം നമ്മളെ കൂടെ വന്നവർക്ക് ഒരു ഇൻകം വാങ്ങി കൊടുക്കുക, അവരെ ഇൻകം കണ്ടിന്യൂസ് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓട്ടോമാറ്റിക് അത് വന്നുകൊള്ളൂ. എല്ലാ ബിസിനസ്സിലും ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത ഇതാണ്, നമ്മളെ കൂടെ വന്നവരെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നെക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞു. പക്ഷെ കമ്പനിയെ സംബന്ധിച്ച് അത് ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രോഗ്രാമാണ് നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾക്ക് പോലും പങ്കെടുക്കാൻ നമുക്ക് പറ്റും. മെയ് മാസം വരെ സമയമുണ്ട്. ഈ ഒരു ബിസിനസ്സിന് വെറും 3 മാസം കൊണ്ട് TC ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ ഒരു 3 മാസം കൊണ്ട് TC ആവാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഇന്നും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നെക്സസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. 10,000 TCകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രൗഢ ഗംഭീര പ്രോഗ്രാം ആയിരിക്കും. കാരണം ഞാൻ ടീമിന്റെ ഒക്കെ പല വലിയ പ്രോഗ്രാമുകളിലും 5,000 ആള് 10,000 ആളൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് സ്റ്റേജ് കയറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും അങ്കമാലി അഡലക്സിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. അങ്കമാലി അഡലക്സിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു പേര് വിളിച്ചാൽ ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഞങ്ങൾ പറയായിരുന്നു ഓട്ടോറിക്ഷ വിളിച്ചു തരുന്ന സാറായിരുന്നു. കാരണം അത്രയും ദൂരം താണ്ടിയിട്ട് വേണം നമുക്ക് ആ സ്റ്റേജിലേക്ക് എത്താൻ. അത് 5,000 6,000 ആളുള്ള പരിപാടിയിൽ. അപ്പൊ ഒരു 10,000 ആളുള്ള പരിപാടിയിൽ എങ്ങനെയായിരിക്കും ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ എന്താ പറയാ, എന്റെ ജീവിതത്തിലൊക്കെ മാറ്റിമറിച്ച അങ്ങനത്തെ പ്രോഗ്രാമിൽ അഡലക്സിൽ പങ്കെടുക്കാൻ ഒരു 3 പ്രാവശ്യം 3 4 പ്രാവശ്യം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നേരെ അത്ര വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒളവണ്ണയിൽ നിന്ന് തിരിഞ്ഞിരിക്കാതെ ഒരു ട്രെയിനിലോ വിമാനത്തിലോ ഒന്നും പോവാത്ത ഞാനായിരുന്നു. അങ്ങനത്തെ ഞാന് ഈ ഒരു ബിസിനസ്സിലൂടെയാണ് അത്രയും വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അതിനേക്കാൾ ഗംഭീരമുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ഇനി മാസത്തിൽ വരാൻ പോകുന്ന നെക്സസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ അതിലേക്ക് ഈ ഒരു ടീമിൽ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ എന്തായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും, വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ. അപ്പൊ നമ്മളോടൊപ്പം എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടുക. പിന്നെ നമ്മൾ തായ്ലൻഡ് കോണ്ടസ്റ്റ്, അതും ഇതേപോലെ തന്നെ കമ്പനി നമുക്ക് ഒരുക്കി തന്ന ഒരു മഹാഭാഗ്യമാണ്. കാരണം നമ്മളെ കമ്പനിയുടെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, എത്ര താഴെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കമ്പനി കോണ്ടസ്റ്റ് വെക്കുന്നത്. പുതിയ ആളുകൾക്ക് വളരെ കുറഞ്ഞ BV ആണ് തരുന്നത്. എനിക്കൊക്കെ എത്രയോ ലക്ഷങ്ങളാണ് BV വരുന്നത്. പുതിയൊരു വ്യക്തികളെ സംബന്ധിച്ചിട്ട് 3.5 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ നമുക്ക് എവിടെ പോവാ, തായ്ലൻഡ് പോവാ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ നോക്കി വിമാനം കണ്ട് ജീവിതത്തിൽ ഒരിക്കലും വിമാനത്തിൽ കയറും. കാരണം ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചത് ഓട്ടോ ഡ്രൈവറാണ്. അതൊക്കെ അത്ര വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളൊന്നും എന്ത് ചെയ്യില്ല, വിമാനത്തിലേക്കൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല. പിന്നെ നമ്മൾ എങ്ങനെ പോവാനാ? പിന്നെ എന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങള് 3 പെൺകുട്ടികളാണ്, മൂത്ത ആളാണ്. അനിയത്തിലൊക്കെ കല്യാണം കഴിച്ചു പോയി, അച്ഛൻ മരിച്ചു, അമ്മ മാത്രമുള്ള വീടാണ്. ആ വകുപ്പിൽ നോക്കണ്ട. പിന്നെ മക്കളൊക്കെ വലുതായി വന്നിട്ട് ഈ സാധാരണക്കാരെ മക്കൾ എങ്ങനെ വലിയതാവാനാ, അങ്ങനെ ചിന്തിച്ചോണ്ട് ഒരിക്കലും ഒരു വിമാനയാത്ര ഒന്ന് സ്വപ്നത്തിൽ കാണാൻ പോലും ധൈര്യമില്ലായിരുന്നു. സ്വപ്നത്തിൽ പോലും വിമാനത്തിൽ കയറാൻ പറ്റുന്ന ഞാനൊന്നും ചിന്തിച്ചില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നേരെ എനിക്കൊരു ട്രിപ്പ് കിട്ടിയിരുന്നു ഹൈദരാബാദ്. ടീം വെച്ച് കോണ്ടസ്റ്റ് ആണെങ്കിലും ഒരു 35,000 രൂപ ചെലവുള്ള അടിപൊളി ആയിരുന്നു. എന്റെ വീട് കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിന്റെ അടുത്താണ്, ബൈപ്പാസിലാണ്. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ ഞാൻ സത്യം പറഞ്ഞ 1 രൂപ പോലും ഓട്ടോക്ക് പോലും ചെലവാക്കാതെ ബൈപ്പാസിൽ കയറി നിന്നു. ഞങ്ങളെ ബസ് വന്നു, ഞങ്ങൾ അതിൽ കയറ്റി കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കി. എയർപോർട്ടിൽ നിന്ന്
വിമാനത്തിൽ ബാംഗ്ലൂർ കൊണ്ട് അതേപോലെ തിരിച്ചും വീട്ടില് എത്തിച്ചു. 35,000 ഏകദേശം 35,000 രൂപ വർത്ത് വരുന്ന ഒരു ട്രിപ്പ് ഞാൻ മാത്രല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡിനും അച്ചീവ് ചെയ്യിച്ചിട്ട്, അല്ലാതെ പൈസ കൊടുത്തൊക്കെ പോകുന്ന ആളുകളുണ്ട് ടീമിന്റെ കൂടെ. അപ്പൊ ഒരു പൈസ പോലും ചിലവാക്കാതെ വിമാനത്തിൽ കയറി. കാരണം ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഇതിൽ പല ആൾക്കാരും ഗൾഫിലൊക്കെ പോയ ആളുകളുണ്ടാവും. അവരൊക്കെ വളരെ വിഷമിച്ചിട്ടാണ് വിമാനത്തിൽ പോവുക. കാരണം എന്താ, വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടാവില്ല, പിന്നെ വീട്ടുകാരെ വിട്ട് പിരിയുന്ന വിഷമം, പല ടെൻഷനും ആയിട്ടാണ് വിമാനത്തിൽ കയറുന്നതെങ്കിൽ ഞാനും എന്റെ ഹസ്ബൻഡും വളരെ ഹാപ്പിയായി. കാരണം എന്താ, പേടിക്ക ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പിന്നെ 1 രൂപ ചെലവില്ല. സത്യം പറയുകയാണെങ്കിൽ മക്കൾക്കുള്ള സീറ്റ്സ് പോലും അവിടുത്തെ ലീഡേഴ്സ് വാങ്ങിച്ചു തന്നതാ. അങ്ങനെ വിമാനയാത്ര ഒരു സുഖമുള്ള പരിപാടിയാ. ഈ ഒരു ടീമിന്റെ കൂടെ ഫ്രീ ആയിട്ട് വിമാനത്തിൽ പോവാം. അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. കാരണം ഈ ഒരു തായ്ലൻഡെങ്കിലും നമ്മൾ അടിച്ചാലേ നമ്മൾ ഈ ബിസിനസ്സിൽ എന്തായിന്ന് നമുക്കൊരു ബോധ്യം വരുള്ളൂ. അങ്ങനെ വിമാനയാത്രകള്, പിന്നെ ഞാൻ പറഞ്ഞ ബോട്ട് യാത്ര, കപ്പൽ യാത്ര, എന്റെ ജീവിതത്തില് ഞാൻ ആഗ്രഹിക്കാത്ത, എല്ലാവരും പലതും ആഗ്രഹിച്ചു മോഹിച്ചിട്ടുമാണ് അച്ചീവ് ചെയ്തത്. ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യത്തിലുമാണ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഈ ഒരു സംഭവം സാധിക്കുമെങ്കിൽ ഇതിലിരിക്കുന്ന എല്ലാവർക്കും സാധിക്കും. അതിനൊന്നും നമ്മള് തുടക്കത്തില് എല്ലാവർക്കും ഇതില് വളരെ കുറഞ്ഞ ഇൻകാണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാവും. അവിടെ കുറച്ച് സെയിൽ ഫോക്കസ് ചെയ്ത് കുറച്ച് റീറ്റെയിലിംഗ് ശീലമാക്കിയാൽ ഒരു ദിവസം ഒരു 300 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നതിന് തുല്യമായി. ദിവസം ഇറങ്ങണം. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത ഞങ്ങൾ എപ്പോഴും പറയും, പുട്ട് നല്ലതാണ്, പലതരം പുട്ടുണ്ട്. പക്ഷെ പുട്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പുറകുന്ന ഒരാൾ കുത്തി കൊടുക്കണം. എന്നാലും മാത്രമേ പുട്ട് പുറത്തേക്ക് വരുള്ളൂ. അതേപോലെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഇവിടെ അതിനൊന്നും നിൽക്കാതെ നമ്മളെ ആരും പ്രസ് ചെയ്യാതെ, മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി ലീഡേഴ്സിന്റെ കമ്പനിയാണെന്ന പലരും ധാരണ. നമ്മുടെ സ്വയം കമ്പനിയാണ് പെട്ടത്. നമ്മൾ സ്വയം ചെയ്യാനാണെന്ന് ബോധ്യപ്പെട്ട് സ്വയം ഈ ബിസിനസ്സിലേക്ക് ഡെയിലി, സാധാ ലേഡീസിനെ സംബന്ധിച്ച് ഫുൾ ടൈം ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പോലും ഫുൾ ടൈം ഒന്നും ഇറങ്ങാൻ പറയുമ്പോൾ ഫുൾ ടൈമറൊക്കെയാണ്. നമുക്കറിയാം നമ്മളെ വീട്ടില് പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം നാട്ടുകാരെ മുന്നിൽ ഇതൊരു ജോലിയും ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം, വീട്ടുകൂടല്, മരണം, നിക്കാഹ്, അത് ഇത് എന്നും പരിപാടികളായിരിക്കും. വെറുതെ ഇരിക്കുന്ന ആളുകൾ, വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും വേഗം വിളിക്കുക വെറുതെ ഇരിക്കുന്ന ആളുകളെയാണ്. ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പോലും വേഗം വിളിക്കാറിയാ വെറുതെ ഇരിക്കുന്ന ആളുകളെ. അപ്പൊ നമ്മളെ സമൂഹത്തിന് അറിയില്ല നമ്മൾ ഇത്രയും വലിയൊരു ബിസിനസ്സിലാണെന്നുള്ളത്. നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്കോ നമ്മളെ കുടുംബക്കാർക്കോ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ അതിലൊന്നും കുടുങ്ങാതെ, ഞാനും ഒരു ജോലിയാണ് തുടക്കത്തിലിട്ടോ, ഞാനും ഒരു ജോലിയാണ് ഈ ബിസിനസ്സിൽ ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ദിവസവും ഞാൻ പറയും, ഞാൻ ഹൈലൈറ്റ് മാളിലൊക്കെ 11 മണിക്കൂർ ജോലി ചെയ്താലാണ് ഒരു ദിവസം ഒരു 400 രൂപ കിട്ടുന്നത്. പല ആൾക്കാരെയും പല ഇത് വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കും, പ്രായം നോക്കും. 40 വയസ്സോ അല്ലെ 45 വയസ്സോ കഴിഞ്ഞ ആളുകൾ അവിടെയൊന്നും ജോലിക്കേ എടുക്കില്ല. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. പല കഴിവുകളും നോക്കിയിട്ട് മാത്രമാണ് ഒരു ചെറിയ സ്ഥാപനത്തിൽ പോലും ജോലിക്ക് എടുക്കുന്നത്. എന്നിട്ട് മാസം 10,000 12,000 രൂപ മാത്രമാണ് സാലറി കിട്ടുന്നതെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അതൊന്നുമില്ല. കാരണം അതൊക്കെ തെളിയിച്ച ഒരു ടീമാണ് എന്റെ ടീം. കാരണം എന്റെ ടീമിൽ കൂടുതൽ ലേഡീസ് ആണുള്ളത്, ജെന്റ്സ് വളരെ കുറവാണ്. ലേഡീസിന് കൂടുതൽ കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നല്ല, എനിക്ക് കൊണ്ട് നടക്കാൻ എളുപ്പം ലേഡീസിനെയാണ്. കാരണം അയൂബ് സാറെ പോലെയുള്ള ഒരാളെ വണ്ടിയിൽ കയറ്റി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ലേഡീസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. എന്റെ ടീമില് ഒരു താത്ത ഉണ്ട്. ആള് പറയും ഞാൻ സ്കൂളിന്റെ പടി കണ്ടില്ല എന്നാ പറയാ. ആള് നല്ല റീറ്റെയിലറാ, നല്ല രസാണ് ആളെടുത്ത്. ആളെല്ലാം വലിയ വലിയ പ്രൊഡക്റ്റും ആണ് കൊടുക്കുക, ചെറിയ ചെറിയ നമ്മളെ സോപ്പും പേസ്റ്റും ഷാമ്പൂ എന്നല്ല. ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ കോൾ വരുന്ന ആളെ ഫോൺ. ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് ആള് ആളെ മകന്റെ കുട്ടികളുണ്ട്, അവര് കളിക്കാന്നാ വിചാരിച്ചത്. ഏകദേശം ഒരു 70ഓടടുത്ത പ്രായമുള്ള ലേഡിയാണ് കേട്ടോ, ആമിനത്താത്താന്ന പേര്. ആള് വിളിക്കണോ, പിന്നെ കുറെ കണ്ടിന്യൂസ് അടിച്ചപ്പോ ഞാൻ എടുത്തു.
എടുത്തപ്പോ എന്നോട് പറഞ്ഞു, മാഡം ഞാൻ ആമിന താത്തയാണ്. ഞാൻ ചോദിച്ചു എന്തേ? ഞാൻ ഇവിടെ ഒരു ബാങ്കിൽ വന്നതാ. എന്തേ? കാരണം ഇവരെ ഹസ്ബൻഡ് കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ സ്പൈർലിന ക്യാപ്സ്യൂൾ കൊടുക്കാൻ പറയലുണ്ട്. കാരണം ഭക്ഷണം കഴിക്കലില്ല. പിന്നെ 95 ഒക്കെ കൊടുത്താൽ നല്ലതാണ്. ഇവിടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഈ ലേഡിക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്പൈർലിന സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നല്ല മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ കാക്ക കിടക്കുന്ന പോലെ ഈ ബാങ്കിലെ മാനേജർ അമ്മ കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മളെ ആ പച്ച ഗുളികയില്ലേ, നമ്മളെ കാക്കയ്ക്ക് കൊടുക്കുന്ന പച്ച ഗുളിക, ആ പച്ച ഗുളിക ഒന്ന് മാഡം ഈ മാനേജരോട് പറഞ്ഞു കൊടുക്കണം. ഭാഗ്യത്തിന് സ്പൈറലിന ഉപയോഗിച്ചതുകൊണ്ട് പച്ച ഗുളിക എന്താന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ജസ്റ്റ് എന്താണെങ്കിലും അറിയാൻ തന്നെങ്കിലും ഓരോന്നെങ്കിലും ഉപയോഗിക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ ടീമിലെ എല്ലാ ലീഡേഴ്സിനോടും പറയും, നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ പാക്കറ്റ് വാങ്ങി കഴിച്ചില്ല, ഒരു പാക്കറ്റ് വാങ്ങി എല്ലാരും കൂടി ഉപയോഗിച്ചോളൂ. ഇതേപോലെ ചോദ്യങ്ങൾ വന്നാല് നമ്മൾ പെട്ടുപോകുന്നു. അങ്ങനെ ഞാൻ ആ മാനേജറായിട്ട് സംസാരിച്ച സമയത്ത് ആള് പാരലൈസ് ആണ്. 95 വെൽഹാർട്ട്, ബ്ലഡ് പ്യൂരിഫയർ, സ്പാർലിന ഗോൾഡ്, ഇത്രയും ചാമ്പി തൈലം, ഈ 5 പ്രോഡക്റ്റ് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തു. ആ ആള് പിറ്റേന്ന് തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഈ ആമിന താത്തക്ക് DP MRP അറിയൂല. ആള് ആ പെട്ടിമേൽ എത്രയാണോ കണ്ടത് അതാണ് ആളെ റേറ്റ്. നിങ്ങളൊന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് അറിയുന്ന ആളൊന്ന് കൂട്ടി നോക്കും. ഒരു ഫോൺ കോളില് ആ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത 70 അടുത്ത ലേഡി അത്രയും ഒരു ഇൻകം ഒരു ഫോൺ കോളോട് ഉണ്ടാക്കി വെച്ചാൽ ആള് സ്ഥിരമായിട്ട് ചെയ്യുന്ന കേട്ടോ, ഒരു ദിവസം ഒന്നല്ല. ആള് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു നല്ല റീറ്റെയിലാ. നല്ല റീറ്റെയിൽ പറഞ്ഞാല് വളരെ കുറഞ്ഞ സമയം കൊണ്ട് TCയിൽ എത്തി നിൽക്കുക. ഫുൾ ആള് സെയിൽ ചെയ്തിട്ട് ആൾക്ക് ടീമൊന്നുമില്ല. ആള് ഒരു സൈഡ് മാത്രം ഓൾറെഡി പോകുന്നുണ്ട്, ഒരു സൈഡ് ടീമൊന്നുമില്ല. ആള് വാങ്ങും, ആള് റീറ്റെയിൽ ചെയ്യും. നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ആൾക്ക് ഇതിനെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണ്ട. ആളെ തന്നെ തൊട്ട ബാക്കില് വീട്ടിൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരും. അതേപോലെ നല്ല വയസ്സായിട്ടുള്ള ഒരു ലേഡിക്ക് വയറുവേദന വന്നു. ആള് കേട്ട പാട് ആള് മുക്കൻ കമ്പാനിയൻ എടുത്തോണ്ട് കൊടുത്തു. അപ്പൊ ഇവരെ അപ്ലൈ ലീഡർ വിളിച്ചിട്ടോട് പറഞ്ഞു, മിണ്ടാത്ത ആ വയസ്സായ താത്തക്ക് വുമൺ കമ്പാനിയൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാന്ന്? വയറുവേദനയ്ക്കാണ്. അപ്പൊ ഞാൻ ആമിൻതാത്തിനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വുമൺ കമ്പാനിയൻ കൊടുത്തത്? അങ്ങനെ ലിവഗൈൻ കൊടുത്താൽ പറയും. എനിക്ക് ലിവഗൈനും വുമൺ കമ്പാനിയനും ഒന്നും അറിയില്ല. ഞാൻ കൊടുത്ത് ഇതൊക്കെ ഒരേപോലെയാണ്, ഇതൊക്കെ എന്ത് കൊടുത്താലും മാറും, ഇതാണ് അവരുടെ വിശ്വാസം. ഈ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ കൊടുക്കുന്നതൊന്നും എന്തല്ല, മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് ഇനി ഒന്ന് കൂടുതൽ കുറഞ്ഞ് കഴിക്കൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 4:30 മുതൽ ഈ ടൈം ആകുമ്പോഴേക്കും ഒരു ബോട്ടിൽ കഫിൽ ഞാൻ കുടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ഒരു ബോട്ടിലും 2 ബോട്ടിലും ഒന്നും ഇന്ന് എനിക്ക് മതിയാവും തോന്നണില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 3 ബോട്ടിൽ എന്തായാലും കുടിക്കും. കാരണം അതിന്റെ സുഖം ഒരു വേറെ തന്നെയാണ്. തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കഫില്. അങ്ങനെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ടീമിൽ വേറൊരു സോണൽ ജസ്റ്റ് ഒരു 10,000 BVക്ക് സോണലാവാൻ നിൽക്കുന്ന ഒരു ശാന്തേച്ചിയുണ്ട്. ആള് വീട്ടിൽ 4 പശുക്കളെ വളർത്തുന്ന ആളാ. ഇപ്പൊ പശുവിനെയൊക്കെ കൊടുത്തു, മൈ ലൈഫിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങി. ആള് ഞാൻ തുടങ്ങിയ സമയത്ത് ബിസിനസ് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മോൻ ജനസേവാ കേന്ദ്രം നടത്താണ്. ഒരു മോൻ ഹാർബറിൽ, ബേപ്പൂർ ഹാർബറിലാണ്. 2 മക്കളേ ഉള്ളൂ, അവരൊക്കെ സെറ്റിലായി. പിന്നെ എനിക്ക് ജീവിക്കാനുള്ളത് 4 പശുക്കളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തോ ഒരു നക്ഷത്ര ജ്വല്ലറിന്റെ കളക്ഷനും ചെറുങ്ങനെ എടുക്കുന്നുണ്ട്, അത് മതി. അപ്പൊ ഞങ്ങള് പറഞ്ഞ എന്താ വെച്ചാല്, നിങ്ങൾ ഏതായാലും അങ്ങനെ ചെയ്തോളി. നിങ്ങൾ പാല് കൊടുക്കുന്ന വീട്ടിലൊക്കെ പേസ്റ്റും കൊടുത്തോളൂ. എക്സ്ട്രാ ഒരു 50 ഉറുപ്പ്യ കിട്ടല്ലോ, അത് വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ആളെ ആ പേസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ ശാന്തേച്ചിനോട് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. നമ്മൾ ശാന്തേച്ചിയെ, നിങ്ങൾക്കല്ല ആവശ്യമില്ലാത്ത, എനിക്ക് ആവശ്യമുണ്ട്. കാരണം എന്റെ 2 മക്കളും പഠിക്കുന്ന സമയമാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ഞാൻ ചെലവാക്കേണ്ട സമയത്താണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയില് 2 നല്ല എന്നെ പോലെ ആവശ്യമുള്ള 2 ആളെ കാണിച്ചു തരണം. ആവശ്യമില്ലാത്തവരെ കാണിച്ചു തന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എന്നെ പോലെ ആവശ്യമുള്ളവരെ കാണിച്ചു തന്നാലല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. അങ്ങനെ അവര് 2 വ്യക്തികളെ പരിചയപ്പെടുത്തി. ഭാഗ്യത്തിന് അവർ അന്നും ഇന്നും കൂടെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് പ്രത്യേകിച്ച് ബിസിനസ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും അവര് ശാന്തേച്ചി നമ്മൾ അവിടെ പോവാ, ശാന്തേച്ചി നമ്മൾ ഇവിടെ പോവാ, നമ്മളെ കൂടെ വരും.
കൂടെ വന്ന മക്കളെ കുട്ടികളെ എന്നൊക്കെ വിളിക്കുകയല്ല, ഡിസ്ട്രിബ്യൂട്ടർമാരെയും സോപ്പിട്ട ആള് ഫസ്റ്റ് ആണ്. സോപ്പിട്ട് കയ്യിൽ കൊണ്ടടക്കും. അങ്ങനെ ആള് ഈ കഴിഞ്ഞ മാസം ലോയൽറ്റി ബോണസ് വിന്നറാണ്, സോണലാണ്. വളരെ ഒന്നര വർഷമായിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ട് ആൾക്കും ഇതേപോലെ ഞാൻ പറഞ്ഞ ഏകദേശം 63 വയസ്സ് പ്രായമുള്ള ആളാണ്. അങ്ങനെയുള്ള എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആള്. അങ്ങനെയുള്ള ആള് മുതൽ എൻ്റെ ടീമിൽ ഒരു ശ്രീ സുധാമേട ഉണ്ട്. ആള് MBA കഴിഞ്ഞ ആളാണ്. 20 വർഷത്തോളം ധനകോടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആള് ആ ജോലി റിസൈൻ ചെയ്തിട്ട് മൈലേജ് സ്റ്റൈൽ ചെയ്തിട്ട് ഇന്ന് എൻ്റെ ടീമിൽ STC എന്ന് പറഞ്ഞ റാങ്ക്, STC റീജിയണൽ ടീം കോർഡിനേറ്ററിന് ജസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ആ മാഡത്തിനോട് ചോദിച്ചു, മാഡം 70,000 രൂപയൊക്കെ സാലറി, എനിക്കെന്നെ സംശയമായി. കാരണം ആള് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വന്നതല്ല. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കും. ആ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ MRPക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, മാഡം എന്തിനാണ് ജോലി റിസൈൻ ചെയ്തത്? പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോരെ? ഇതിൽ കുറെ ആളുകൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തില്ലേ? വെറുതെ മാസം 70,000 രൂപ സാലറി. കാരണം ഒരു അപ്ലൈൻ ലീഡർ ചോദിക്കാൻ പറ്റാത്ത കാര്യമാട്ടോ അത്. കാരണം അവരെന്നെക്കാളും പ്രായവും വിദ്യാഭ്യാസവും ഇവരൊക്കെ ഉള്ള ആളായതുകൊണ്ടാണ് എന്റെ ചോദ്യത്തിന് ആള് കറക്റ്റ് ഇതാണ് മറുപടി പറഞ്ഞത്. മാഡം ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ഇതിലേക്ക് ഇൻവോൾവ് ആവണം. എന്നാൽ മാത്രമേ ഇതില് നമുക്ക് വിചാരിച്ചത്ര അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ 20 വർഷമായിട്ട് മാസത്തിൽ 70,000 രൂപേന്റെ അടുത്ത്, 70,000 എത്താൻ തന്നെ 20,000 30,000 തുടങ്ങി 20 വർഷം കൊണ്ടാണ് എനിക്ക് 70,000 രൂപ എത്തിക്കാൻ പറ്റിയത്. അത് മാത്രല്ല, ഒരുപാട് സ്ട്രെസ് ആണ് അത്തരം മേഖലകളിലുള്ളത്. ഫീൽഡിൽ നിന്ന് പൈസ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നല്ല കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ 20 വർഷം കൊണ്ട് ചെയ്തത് ഇവിടെ ഒരു 5 വർഷം കൊണ്ട് ചെയ്താൽ ഞാൻ ആഴ്ചയിൽ 2,10,000 ഇൻകം ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഒരു 5 വർഷം കൊണ്ട് ആഴ്ചയിൽ 2,10,000 ആക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു 70,000 കൊണ്ട് നടക്കുന്നതാണോ നല്ലത്? നമ്മളൊക്കെ പെട്ടെന്ന് ചിന്തിക്കുക, എന്താ 70,000 രൂപയല്ലേ വലുത്? പക്ഷെ അവരെയൊക്കെ ചിന്തയിൽ ആ 70,000-ത്തിനേക്കാളും എത്രയോ മേലെയാണ് നമ്മുടെ കമ്പനിയുടെ ഈ ഹയസ്റ്റ് ഇൻകം ആയിട്ടുള്ള വീക്കിലി സീലിംഗ് എന്നുള്ള ഇൻകത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു അഭിലാഷിന്റെ മുത്തൂറ്റിൽ വർക്ക് ചെയ്യണം. അവൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് പോലും ആള് STC റാങ്കിലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകളെ നമുക്ക് എന്താ പറയാ, താഴെ തട്ടത്ത് മുതൽ മുകളിൽ തട്ടിൽ വരെയുള്ള ലീഡേഴ്സിന് ഒരു സപ്പോർട്ടിങ് ലീഡർ ആയിട്ട്, ഞാൻ ഒറ്റയ്ക്കുള്ള കഴിവല്ല, ഇതൊരു ടീം വർക്കാണ്. എല്ലാവർക്കും അറിയാലോ, ഒരു വ്യക്തിക്ക് ഒന്നും നേടാൻ പറ്റില്ല. ഒരു കൂട്ടം ആളുകൾക്കാണ് ഇതിൽ നേടാൻ പറ്റുക. അങ്ങനെ ഒരുപാട് ആളുകളെ കൂടെ നമ്മളെ ഒരു ബന്ധുവിനെ എന്ന് പറയാൻ പറ്റില്ല, സഹോദരങ്ങളെ പോലെ, സ്വന്തത്തെ പോലെ നമ്മൾ ഈ ഒരു നമ്മുടെ ടീമിലെ അംഗങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഡൗൺലൈൻസിൽ കാണാൻ പറ്റിയാല്, നമ്മളെ സ്വന്തത്തിനെ പോലെ കാണാൻ പറ്റിയാല് നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് വഴികാട്ടികളാണ്. അവരുടെ കൂടെ നിന്ന് അവരെ കുറിച്ച് പഠിച്ച് കൂടുതലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റും. അതിലോ ഏറ്റവും വലിയൊരു മുന്നേറ്റം എന്നെ സംബന്ധിച്ച്, മറ്റുള്ളവരെ സംബന്ധിച്ച് വലുതാണോ എന്ന് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ഇത് സഹായിക്കാൻ പറ്റിയ വലിയ ഫാമിലി ഒന്നുള്ള ആളുകളല്ല. സാമ്പത്തികം വളരെ കുറഞ്ഞൊരു ഫാമിലിയിൽ പെട്ട ആളാണ്. ഞാനൊക്കെ ജനിച്ചതും വളർന്നതും എത്തിപ്പെട്ടതും ഒക്കെ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. എന്റെ മോനിപ്പോ പഠിക്കുന്നത് ബാംഗ്ലൂര് ചെന്നൈ അമൃതയില് ഹോട്ടൽ മാനേജ്മെന്റ് BSc ഡിഗ്രിക്കാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലല്ലായിരുന്നെങ്കിൽ ആ ഒരു മേഖലയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. +2 പാസ്സായ സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്ന് പറഞ്ഞു. ഒരു വർഷത്തെ കോഴ്സിന് വേണ്ടിയാണ് പോയതെങ്കിൽ അവിടെ എത്തിയപ്പോ അവിടുത്തെ നമ്മളൊക്കെ ഇതാക്കുന്ന ലേഡീസ്, അവിടുത്തെ ആളുകൾ ഉണ്ടാവും. അവരെന്നോട് പറഞ്ഞു, മാഡം മോന് നല്ല മാർക്ക് ഉണ്ട്, അതുപോലെ +2 പാസ്സായ കുട്ടിക്ക് ഡിഗ്രി എടുക്കുന്നതാണ് നല്ലത്, ഡിഗ്രി സ്കോപ്പ് കൂടും. പക്ഷെ മാസത്തിൽ ഒരു 25,000 രൂപയെങ്കിലും നമ്മൾ അവന് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഈ ഓട്ടോ ഓടിച്ചിട്ട് എന്തായാലും അത്രയും രൂപ മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ കുറിച്ചുള്ള ഒരു വിശ്വാസം കൊണ്ട് അന്ന് മാസത്തിൽ 25,000 ഒന്ന് മാറ്റി വെക്കാൻ, എനിക്ക് ഓൾറെഡി വീടുണ്ടാക്കിയ കടം നിൽക്കുന്നുണ്ട്.
വണ്ടി വാങ്ങിച്ച അങ്ങനെ കുറെ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ അവന്റെ കോഴ്സ് കഴിഞ്ഞു 3 വർഷം 2.5 വർഷമായിട്ട് അവൻ ബാംഗ്ലൂരിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ മാരിയറ്റിലാണ് ട്രെയിനി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പണം എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്റെ ജീവിതത്തിലെ. കാരണം അവരൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ 10 ലക്ഷം രൂപയൊന്നും ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അത് ചെയ്തു. 2 മാസം മുന്നേ ആയിരുന്നു മകളുടെ വിവാഹം. അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ വിവാഹം നടത്താൻ പറ്റി. കാരണം ഇങ്ങനെയുള്ള ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മകന്റെ പഠിത്തവും വിവാഹം കൂടി ഒന്നിച്ച് നടത്താനോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചുരുങ്ങിയത് ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ഒരു 25 ലക്ഷത്തിലും മേലെയാണ് ക്യാഷ് ചെലവായിട്ടുള്ളത്. അതൊക്കെ ഈ ഒരു മൈ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയോടുള്ള ഒരു വിശ്വാസം കൊണ്ടും കാര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ആള് ദിവസം പണിയെടുത്താൽ ഏറിപ്പോയാൽ 1000 രൂപയല്ലേ നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എല്ലാ ജോലിയിൽ നിന്നും ആണുങ്ങളെ വരുമാനം കൂട്ടുകയാണെങ്കിൽ ഒരു 1000 രൂപ മാറ്റി വെക്കാണ്ടാവില്ല. ചിലവിടൊക്കെ 1000 രൂപ ഉണ്ടാവുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു കണക്ക് കൂട്ടി. എൻ്റെ ഒരു അപ്ലൈ ലീഡർ ഞാൻ പറഞ്ഞു ജോയ് സാറ്, ആള് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഏകദേശം ബിസിനസ്സിലേക്ക് 6 വർഷമായി വന്നിട്ട്. അപ്പൊ ഒരു ദിവസം 1000 രൂപയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 3,60,000 രൂപയാണ് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ 5 വർഷം കൊണ്ട് കൂട്ടി ഏകദേശം 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയാണ് 6 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. നമുക്കറിയാം CTC എന്ന് പറഞ്ഞ റാങ്ക് പോലും എത്തിക്കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കിട്ടും. വെറുതെ ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കൂ. അത്രയും ലാഭം അതേപോലെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മളും ആ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളും ആള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ഏകദേശം ചെയ്താൽ നമുക്കും ആ ഒരു റാങ്കിലേക്ക് എത്താൻ അത്രയും എമൗണ്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായി. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഞാനൊന്നും സേഫ് അല്ല. കാരണം ഞാനൊന്നും ഇതിൽ സീരിയസ് അല്ല. വളരെ ലാസി ആയിട്ടാണ് ഈ ബിസിനസ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴും എന്നോട് എന്റെ അപ്ലൈ ലീഡേഴ്സ് പറയും, മാഡം ഒന്ന് സീരിയസ് ആവുന്നു. പക്ഷെ സീരിയസ് ആവുമെന്ന് പറയാനല്ലാതെ നമ്മളെ കുടുംബങ്ങളും കുട്ടികളും സമ്മതിക്കുന്നില്ല. കല്യാണം, വിരുന്ന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നില്ലേലും വീട്ടിൽ വന്ന് ഓട്ടോയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്ന പരുവത്തില്ല അപ്പൊ ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഒരു 5 കൊല്ലം ഗൾഫിൽ പോയി ജീവിക്കുന്ന പോലെ മൈ ലൈഫ് അങ്ങോട്ട് ചെയ്താല് എല്ലാവർക്കും കോടീശ്വരനാവാം. ആഴ്ചയിൽ 2,10,000 ഒക്കെ വിട്ടേക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മാസത്തില് എങ്ങനെ പോയാലും ഒരു 1,00,000 രൂപ വരെയൊക്കെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ റാങ്കിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ട. പലരും റാങ്കിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. റാങ്ക് ഒക്കെ നമ്മളെ കൂടേക്ക് വന്നോളൂ. പ്രസാദ് സാറാണ് എനിക്ക് ആ കാര്യം പറഞ്ഞത്. മാഡം റാങ്കിനെ കുറിച്ച് ചിന്തിക്കണ്ട. മാഡം ഇൻകത്തിനെ കുറിച്ച് ചിന്തിക്കൂ. മാഡം എല്ലാ ആഴ്ചയും ഇൻകം വാങ്ങിക്കൂ. എല്ലാ ആഴ്ചയും ഇൻകം വാങ്ങുമ്പോ റാങ്കും പദവികളൊക്കെ മാഡത്തിന്റെ പിന്നാലെ വന്നോട്. ഒരു 3 വർഷം മുന്നേ എന്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു ഡിപ്പോയിൽ വെച്ച് കണ്ടപ്പോ. അതിനും ശേഷം ഞാൻ എല്ലാ ആഴ്ചയും ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ടീമിലെ ലീഡേഴ്സ് മാത്രമല്ല, ഈ കമ്പനിയിലെ എല്ലാ ലീഡേഴ്സും നമുക്ക് ഫുൾ സപ്പോർട്ട് തരും. അതുകൊണ്ട് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് പഠിച്ച് ചെയ്യാം, മനസ്സിലാക്കി ചെയ്യാം. നന്നായി മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാവർക്കും സർവേശ്വരൻ ഈ ഒരു ബിസിനസ്സിൽ എല്ലാ വിജയങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.